വെൽക്കം ടു J2 മീഡിയ. എല്ലാ കൂട്ടുകാർക്കും J2 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് സിനിമകളുടെ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ്. ഇന്ന് നിലവിൽ എത്രത്തോളം കളക്ഷൻ റിപ്പോർട്ട് വരാൻ സാധ്യതയുണ്ട്, ആടുജീവിതമൊക്കെ ആണെങ്കിൽ റെക്കോർഡുകൾ തിരുത്തി കുറിച്ചുകൊണ്ട് 150 കോടി കഴിഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് ഇങ്ങനെ മാരക മുന്നേറ്റം മലയാള സിനിമയ്ക്ക് ഒരു പൊൻതൂബലായിട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഉണ്ണിമൂന്തൻ ചിത്രമായ രഞ്ജിത്ത് ശങ്കർ ചിത്രമായിട്ടുള്ള ജയ് ഗണേഷ് സിനിമയുടെയും ഇന്നത്തെ നിലവിലുള്ള ബുക്കിങ്ങും അതുപോലെ തന്നെ കളക്ഷൻ റിപ്പോർട്ടും ഒഫീഷ്യലായിട്ട് വന്ന കളക്ഷൻ റിപ്പോർട്ടുമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ ആൾക്കാർ ലൈക്ക് ചെയ്താൽ കൂടുതൽ റീച്ച് കിട്ടിയേനെ. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇന്നത്തെ ഒരു ബുക്കിംഗ് നിലവാരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ജയ് ഗണേഷ് സിനിമയ്ക്ക് എങ്ങും തന്നെ കാര്യമായിട്ടൊരു ബുക്കിംഗ് കാണുന്നില്ല. ആകെ കൊച്ചി സിറ്റിയിൽ 3 ഷോയും പിന്നെ എല്ലായിടത്തും കൂടെ നോക്കുമ്പം കേരളം ഒട്ടാകെ ഒരു 10-12 ഷോ മാത്രമായിരുന്നു ഫസ്റ്റ് വീലിംഗ് നമുക്ക് കാണാൻ സാധിച്ചത്. വളരെ ശോചനീയ അവസ്ഥയെന്ന് തന്നെ നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം ഇതിന് മുമ്പുള്ള 2-3 സിനിമകൾ, ഒന്ന് ഷെഫീഖിന്റെ സന്തോഷമായാലും പിന്നെ മേപ്പടിയാൻ, പിന്നെ അവസാനം മാളികപ്പുറം, ഈ 3 സിനിമകളുടെ വൻ വിജയം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ സിനിമയ്ക്ക് അർഹിച്ച വിജയം കിട്ടിയില്ല എന്ന് തന്നെ നിസ്സംശയം പറയാൻ സാധിക്കും. ജനങ്ങളുടെ മനസ്സിലേക്ക് ആഴ്ന്നു ചെന്ന്, അല്ലെങ്കിൽ ഈ വലിയ സിനിമകളൊക്കെ ഒരുപാട് ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല, കാര്യമായിട്ടൊരു ബുക്കിംഗ് നമുക്ക് എങ്ങും തന്നെ ജയ് ഗണേഷ് സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നില്ലെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അത്യാവശ്യം നല്ലൊരു സിനിമയായിരുന്നു, പക്ഷേ കളക്ഷൻ ബേസിലും അല്ലെങ്കിൽ ആളുകളെ തിയേറ്ററിൽ എത്തിക്കുന്ന കാര്യത്തിലും വൻ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ആകെ ഒരു ആശ്വാസം, മറ്റ് സംസ്ഥാനങ്ങളിൽ നല്ല രീതിയിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ റിലീസിങ്ങിന് ഈ വ്യാഴം വെള്ളിയാഴ്ച ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പം അത്യാവശ്യം നല്ലൊരു കളക്ഷൻ വന്നാൽ മാത്രമേ ഇനി ഇതിന് രക്ഷയുള്ളൂ. ആ കളക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ട്രെൻഡിങ് നല്ല രീതിയിൽ വരട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത്. നിലവിലെ ഒരു കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഇന്നലെ 14 ലക്ഷം രൂപയോളമാണ് ജയ് ഗണേഷ് സിനിമ കേരളത്തിൽ നിന്നും സ്വന്തമാക്കിയത്. ബാക്കി 1,86 ലക്ഷം രൂപയാണ് കേരള കളക്ഷനായിട്ട് കണക്കാക്കുന്നത്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ എല്ലാം കൂടെ കളക്ഷൻ 22 ലക്ഷം രൂപയോളം വളരെ കുറച്ച് തിയേറ്ററുകളിൽ മാത്രമേ റിലീസായിട്ടുള്ളൂ. നല്ല റിലീസ് ഈ വ്യാഴം വിലയോടുകൂടി വരും. ഉള്ള തിയേറ്ററുകളിൽ നിന്നും 22 ലക്ഷം രൂപയോളം കളക്ഷൻ നേടി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 7 ദിവസം കൊണ്ട്. ഇന്നലെ 7ാമത്തെ ദിവസം ആയിരുന്നു. മൊത്തത്തിൽ 2,08 ലക്ഷം രൂപയിലേക്ക് 7 ദിവസത്തെ കളക്ഷൻ, ബുധൻ വരെയുള്ള കളക്ഷൻ ജയ് ഗണേഷ് എത്തിയിരിക്കുകയാണ്. ഇതൊന്നും പോരാ, മിനിമം ഒരു 10 കോടി രൂപയെങ്കിലും കളക്ഷൻ വന്നാലേ അത്യാവശ്യം തരക്കേടില്ല പിടിച്ച് നിൽക്കാൻ സാധ്യതയുള്ളതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഏതറ്റം വരെ പോകും എന്നുള്ളത്. എന്തായാലും തന്നെയും വലിയൊരു പുതുപ്പിനുള്ള സാധ്യത നിലവിലില്ല. ഇനി പൃഥ്വിരാജ് എൻ്റെ സ്വപ്നതുല്യമായിട്ടുള്ള ആടുജീവിതം സിനിമയുടെ ബുക്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഞെട്ടിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. കാരണം നോമ്പൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം ആളുകൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിൻ്റെ ഒരു സൂചനയാണ്. കൊച്ചി സിറ്റിയിൽ 10-25 ഷോയോളം ഫാസ്റ്റ് വീലിംഗ് ഇന്ന് മൊത്തത്തിൽ കാണാൻ സാധിച്ചിരുന്നു. അതുകൂടാതെ ട്രിവാൻഡ്രത്താണെങ്കിൽ 6 ഷോയോളം ഫാസ്റ്റ് വീലിംഗ് കാണാൻ സാധിച്ചു. കോഴിക്കോടാണെങ്കിൽ 24 ഷോയോളം ഫാസ്റ്റ് വീലിംഗ് കാണാൻ സാധിക്കുന്നു. ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും 20 ദിവസത്തിലധികമായെന്ന് തന്നെ നിസ്സംശയം പറയാൻ സാധിക്കും. നല്ല രീതിയിൽ ഒരു ബുക്കിംഗ് ഇന്നത്തെ ദിവസം 21 ദിവസം കഴിഞ്ഞ് 22ാമത്തെ ദിവസവും നമുക്ക് കോഴിക്കോട് സിറ്റിയിൽ കാണാമെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. പിന്നെ ബാക്കി എല്ലായിടത്തും തന്നെ മൊത്തത്തിൽ ഒരു നോക്കുമ്പോൾ 80 ഷോയോളം ഫാസ്റ്റ് വീലിംഗ് ആണ് കേരളം ഒട്ടാകെയുള്ള ഫാസ്റ്റ് വീലിംഗിൽ കാണുന്നത്. പിന്നെ അത്യാവശ്യം കേരളത്തിന് പുറത്ത് ബുക്കിംഗ് കാണുന്നത് തമിഴ്നാട്ടിലാണ്. 5 ഷോകളാണ് ഫാസ്റ്റ് വീലിംഗ് കാണുന്നത്. മൊത്തം ഇന്ത്യ ഒട്ടാകെ നോക്കുമ്പോൾ 100 ഷോയ്ക്ക് അടുത്ത് ഫാസ്റ്റ് വീലിംഗ് ഇന്നത്തെ ദിവസം 22ാമത്തെ ദിവസമായിട്ടുള്ള ഈ വ്യാഴാഴ്ച ദിവസം നമുക്ക് ആടുജീവിതം സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി 21 ദിവസത്തെ കേരള കളക്ഷൻ എന്ന് പറയുന്നത് 69,55 ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ 1,15 ലക്ഷം രൂപയോളം കളക്ഷൻ നേടി അറിയാൻ സാധിക്കുന്നത്. ഇന്നത്തെ കളക്ഷനോടുകൂടി കേരള കളക്ഷൻ 70 കോടി കഴിയാനുള്ള സാധ്യത എല്ലാം ഉണ്ട്. എന്തായാലും 70 കോടി ക്ലബിലെത്തുന്ന ആടുജീവിതം സിനിമ റെക്കോർഡ് തന്നെ തീർത്തിരിക്കുകയാണ്. പിന്നെ അത്യാവശ്യം കളക്ഷൻ കാണാൻ സാധിക്കുന്നത് കർണാടകയിലാണ്. 2 ലക്ഷം രൂപയാണ് കളക്ഷൻ കാണുന്നത്. മൊത്തം 5,80 ലക്ഷം രൂപയാണ് കർണാടക കളക്ഷൻ എന്ന് പറയുന്നത്. 4 ലക്ഷം രൂപയോളം കളക്ഷൻ നേടിയ തമിഴ്നാട്ടിലാവട്ടെ ഇന്നലെ 21ാമത്തെ ദിവസം 4 ലക്ഷം രൂപയോളം കളക്ഷൻ നേടി മൊത്തം 7,86 ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ ഇന്നലെ 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ നേടിയെന്നാണ് അറിയുന്നത്. മൊത്തത്തിൽ 6,08 ലക്ഷം രൂപകളാണ് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ ഉള്ള ഈ 21 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. മൊത്തത്തിൽ ഇന്നലെ 1,20 ലക്ഷം രൂപയോളം ഇന്നലത്തെ ഇന്ത്യൻ കളക്ഷനായിട്ട് വന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മൊത്തം ഇന്ത്യയിലെ കളക്ഷൻ എന്ന് പറയുന്നത് 89,27 ലക്ഷം രൂപയിലേക്ക് ഇന്നലത്തെ കളക്ഷനോടുകൂടി 21 ദിവസത്തെ ഇന്ത്യൻ കളക്ഷനായിട്ട് ആടുജീവിതം തൂക്കിയിരിക്കുകയാണ്. വേൾഡ് വൈഡ് കളക്ഷനായിട്ട് വിദേശ രാജ്യത്തെ കളക്ഷൻ 56,50 ലക്ഷം രൂപയാണ്. മൊത്തം വേൾഡ് വൈഡ് കളക്ഷനായിട്ട് കണക്കാക്കുന്നത് 145,77 ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്.
കാത്തിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ ഒരു ശനിയാഴ്ചയോ ഞായറാഴ്ചയോടുകൂടി തന്നെ 150 കോടിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ആദ്യം പ്രഡിക്ഷൻ ചെയ്തതുപോലെ 150 കോടി കടക്കുമായിരിക്കാം, പക്ഷെ 160 കോടി കടക്കുമോ എന്നുള്ളത് സംശയം വികിലേ. എന്തായാലും കാത്തിരുന്ന് കാണാം. എന്തായാലും തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹോൾഡ്, ഇത്രയും വലിയ വമ്പൻ സിനിമകളും ഒരുപാട് സിനിമകളും ഒക്കെ വന്നിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ആടുജീവിതം കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നിടം വരെ ബൈ ബൈ.